നമസ്കാരം. വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. KSRന്റെ 40ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ 2024 ജൂലൈയില് നടന്ന അക്കൗണ്ടസ്റ്റ് ലോവറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, KSR പാർട്ട് 2 പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കുന്നത് പാർട്ട് 2 അത് 1959 നവംബർ 1. അടുത്ത ചോദ്യം, ഒരു പോസ്റ്റിന്റെ അഡീഷണൽ ചാർജ് വഹിക്കുന്നതിനുള്ള പ്രതിഫലത്തെ എന്ത് വിളിക്കുന്നു? ഒരു പോസ്റ്റിന്റെ അഡീഷണൽ ചാർജാണ് നമ്മൾ വഹിക്കുന്നതിൽ അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ ചാർജ് അലവൻസ് എന്ന് പറയുന്നത്. അടുത്ത ദിവസം, 1/1/2023 45 ദിവസത്തെ ഏൺ ലീവ് അക്കൗണ്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ 15 ദിവസത്തേക്ക് അലവൻസ് ഇല്ലാത്ത LWAക്ക് അപേക്ഷിച്ചു. ഉദ്യോഗസ്ഥന് അക്കൗണ്ടിൽ ആവശ്യത്തിന് അവധി ഉണ്ടായിരുന്നതിനാൽ സാങ്ഷനിങ് അതോറിറ്റി എന്ത് ചെയ്തു? ഏൺ ലീവ് അനുവദിച്ചു. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരാളുടെ അക്കൗണ്ടിൽ ഏൺ ലീവ് 45 ദിവസം ഉണ്ടായിരുന്നു ഓൾറെഡി. എന്നാൽ അയാൾ 15 ദിവസം LWAക്കാണ് അപേക്ഷിച്ചത്. ലീവ് സാങ്ഷനിങ് അതോറിറ്റി എന്ത് ചെയ്തു? ലീവ് അയാൾക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അയാൾ LWA എടുക്കുന്നു പറഞ്ഞിട്ട് അയാൾക്ക് 15 ദിവസത്തെ ഏൺ ലീവ് അനുവദിച്ചു. ഇത് ശരിയാണോ എന്നാണ്. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. ലീവ് അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾ അപ്ലൈ ചെയ്തത് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥൻ അപേക്ഷിച്ച അവധിയുടെ സ്വഭാവം മാറ്റാൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് അധികാരമില്ല. അടുത്ത ചോദ്യം, അവധി അനുവദിച്ച തീയതി മുതൽ ഡാഷ് കാരണപ്പെടുന്നതോടെ അവധിയുടെ കമ്മ്യൂട്ടേഷൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു HPL എടുത്തു എന്ന് വിചാരിക്കുക. HPL എടുത്ത് 20 HPL നമ്മൾ എടുത്തു. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട്, അത് ആ HPL കമ്മ്യൂട്ടഡ് ലീവാക്കി മാറ്റണം. അങ്ങനെ ആവശ്യപ്പെടാം നമുക്ക്. അപ്പോൾ 20 HPL എന്താക്കി മാറ്റാൻ ആവശ്യപ്പെടണം? 10 കമ്മ്യൂട്ടഡ് ലീവാക്കി മാറ്റണം എന്ന് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതിനൊരു സമയമുണ്ട്. എത്ര സമയത്തിനുള്ളിൽ അപേക്ഷ കൊടുത്താലേ അത് മാറ്റാൻ പറ്റുള്ളൂ? 1 വർഷത്തിനുള്ളിൽ. ഈ ബന്ധപ്പെട്ട ലീവ് എടുത്ത തീയതി മുതൽ 1 വർഷത്തിന് ഉള്ളിൽ അപേക്ഷ കൊടുത്താലേ അത്തരത്തിലുള്ള കമ്മ്യൂട്ടേഷൻ നമ്മൾ അനുവദിക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം, സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കാവുന്ന പരമാവധി അവധി എത്രയാണ്? സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥന് ഒരവധി അനുവദിക്കാൻ പാടില്ല. അതാണ് ഉത്തരം. അനുവദനീയമല്ല. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് താഴെ പറയുന്ന ഏത് അവധി അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സർവീസ് ബുക്കിൽ ഇല്ല. നമ്മുടെ സർവീസിൽ ബുക്കിൽ ഏൺ ലീവ് അക്കൗണ്ട് ഉണ്ട്, ഹാഫ് പേ ലീവ് അക്കൗണ്ടും ഉണ്ട്. എന്നാൽ ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജോലിയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമ്പോൾ എടുക്കുന്ന ലീവാണ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. അത് സർക്കാരാണ് അംഗീകരിക്കുന്നത്. അനുവദിക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു എന്തില്ല? ലീവ് അക്കൗണ്ട്, അവധി അക്കൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവധി അക്കൗണ്ടിൽ നിന്നൊന്നും അത് കുറയ്ക്കുന്നില്ല. അത് റണ്ണിങ് എൻട്രി ആയിട്ട് പാരഗ്രാഫ് ആയിട്ട് എന്താണ് സാങ്ഷൻ ചെയ്താൽ അത് എഴുതി വെക്കുക മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, പ്രൊബേഷൻ പൂർത്തിയാക്കാത്ത ഉദ്യോഗസ്ഥന് KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12ABC പ്രകാരമുള്ള അലവൻസ് ഇല്ലാത്ത അനുവദിക്കുന്നത് ഡാഷിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത, ശ്രദ്ധിച്ച് കേൾക്കണേ ചോദ്യം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1.5 കൊല്ലമായി അല്ലേ, 2 വർഷം പ്രൊബേഷൻ, 1.5 കൊല്ലമായപ്പോൾ അയാൾക്ക് പിന്നെ അപ്പൻഡിക്സ് 12C പ്രകാരം ലീവ് എടുക്കണം. എന്ന് പറഞ്ഞാൽ 12C എന്ന് പറയുന്നത് സ്പൗസ് അബ്രോഡാണ്. അപ്പോൾ സ്പൗസുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ലീവ് എടുക്കണം. അപ്പോൾ അത് ലീവ് അനുവദിക്കും. ഈ അപ്പൻഡിക്സ് 12ABCക്ക് എന്ത് വേണമെന്നില്ല? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്നില്ല. പക്ഷേ ഈ 1.5 വർഷമായിട്ട് ഈ ലീവ് എടുത്തു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഒരവകാശം മാത്രമേ ഉള്ളൂ. സർവീസിൽ അയാൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവകാശമുണ്ട് 5 വർഷത്തിനിടയിൽ തിരിച്ചു വന്നാൽ. മറ്റത് ആ 1.5 വർഷം അയാൾക്ക് നഷ്ടപ്പെടും. അയാൾ പിന്നെ സർവീസ് എന്ന് പറയുന്നത് 1 എന്ന് തൊട്ട് തുടങ്ങണം. പേസിപ്പയൊക്കെ തുടക്കക്കാരനായിട്ട് തുടങ്ങണം. അതാണ് കണ്ടീഷൻ. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന് ഒരേ സമയം അനുവദിക്കാവുന്ന
അവധി ലഭ്യമല്ലാത്ത ലീവ് നോട്ട് ഡ്യൂയുടെ പരമാവധി സംഖ്യ എത്രയാണ്? അറ്റ് എ ടൈമിൽ ലീവ് നോട്ട് ഡ്യൂ എത്ര വരെ അനുവദിക്കാം? അറ്റ് എ ടൈമിൽ 90 ദിവസം വരെ അനുവദിക്കാൻ പറ്റുള്ളൂ. എന്ത്? ലീവ് നോട്ട് ഡ്യൂ. ലീവ് നോട്ട് ഡ്യൂ ഒരു തവണ 90 ദിവസം വരെ അനുവദിക്കാൻ പാടുള്ളൂ. ഒരു സർവീസ് കാലയളവിൽ എത്ര ദിവസം വരെ അനുവദിക്കാം? 360 ദിവസം വരെ അനുവദിക്കാം. പെറ്റേണിറ്റി ലീവ്, പിതൃത്വ അവധി താഴെ പറയുന്നത് ഒഴികെയുള്ള മറ്റവധികളുമായി സംയോജിപ്പിക്കാൻ അനുവദിക്കും. അപ്പോൾ ബാക്കി ലീവുകളൊക്കെ ആയിട്ട് പെറ്റേണിറ്റി ലീവ് നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാം. അത് ഏൺ ലീവുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം, ഹാഫ് പേ ലീവുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം, കമ്മ്യൂട്ടഡ് ലീവുമായിട്ടും കമ്പൈൻ ചെയ്തെടുക്കാം. ഏതവധി? പെറ്റേണിറ്റി ലീവ്. എന്നാൽ അപ്പൻഡിക്സ് 12 പ്രകാരം ABC പ്രകാരമുള്ള ലീവുകളുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. ക്രെഡിറ്റിൽ ക്യാഷ്വൽ ലീവ് ഒന്നും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അനുമതിയില്ലാതെ ഡിസംബറിൽ 3 ദിവസം ഓഫീസിൽ വൈകി ഹാജരായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട ഉചിതമായ നടപടി എന്താ? ഇത് റിപ്പീറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ലേറ്റായി വന്നെങ്കിൽ അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം. ഡിസിപ്ലിനറി ആക്ഷൻ ഷാൽ ബി ഇനിഷ്യേറ്റഡ്. അടുത്ത ചോദ്യം. അപ്പൻഡിക്സ് 7 പ്രകാരമുള്ള 15 ദിവസത്തെ സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് 10 ദിവസത്തെ ആർജിത അവധി ഏൺ ലീവുമായി സംയോജിപ്പിച്ചത് ശരിയാണോ എന്നാ ചോദിച്ചത്. സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് ഷാൽ ബി കമ്പൈൻഡ് വിത്ത് ഓർഡിനറി ലീവ്. ഓർഡിനറി ലീവുമായിട്ട് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് കമ്പൈൻ ചെയ്യാം. അത് കറക്റ്റാണ്. ക്യാഷ്വൽ ലീവ് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവിന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം. റൂൾ 91A പ്രകാരമുള്ള പഠനാവശ്യത്തിനായുള്ള LWA അനുവദിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന് കുറഞ്ഞത് എത്ര വർഷത്തെ ഒഫീഷ്യേറ്റിംഗ് അല്ലെങ്കിൽ താൽക്കാലിക സേവനം ഉണ്ടായിരിക്കണം? ഈ സ്റ്റഡി പർപ്പസിന് വേണ്ടി ലീവ് എടുക്കുന്നതാണ് അപ്പൻഡിക്സ് 12B എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ലാതെ KSRൽ റൂൾ 91A പ്രകാരവും എടുക്കാം. അങ്ങനെ റൂൾ 91A പ്രകാരം സ്റ്റഡി ലീവ് എടുക്കണമെങ്കിൽ, സ്റ്റഡി പർപ്പസിന് ലീവ് എടുക്കണമെങ്കിൽ, ഈ സ്റ്റഡി ലീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. PSC കോച്ചിങ്ങിന് പഠിക്കാൻ വേണ്ടിയുള്ള അല്ല ഈ സ്റ്റഡി ലീവ്. ഇതൊരു കോഴ്സ് പഠിക്കാനാണ്. ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ അങ്ങനെ അനുവദിക്കണമെങ്കിൽ 91A പ്രകാരമുള്ള പഠനാവശ്യത്തിനുള്ള LWA അനുവദിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന് എത്ര കാലത്തെ സർവീസ് ഉണ്ടായിരിക്കണം? അത് പുതിയൊരു ചോദ്യമാണ്. അത് 5 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉദ്യോഗസ്ഥന് 91A പ്രകാരമുള്ള ലീവ് അനുവദിക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്. സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് താഴെ പറയുന്ന ഏത് ഡിഡക്ഷൻ ആണ് വരുത്തേണ്ടത്? സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് നിർബന്ധമായും പിടിക്കേണ്ട ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്. അടുത്ത ചോദ്യം. വിരമിക്കലിന് തയ്യാറെടുക്കുന്ന അവധിക്ക് അപേക്ഷിച്ച ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ഒരേ സമയം അനുവദിക്കാവുന്ന പരമാവധി ആർജിതാവധി എത്രയാണ്? ഏൺ ലീവ് എത്രയാണ്? 300 ദിവസം. ഈ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഒരു ഉദ്യോഗസ്ഥൻ ലീവ് റിട്ടയർ ചെയ്യാൻ പോവാണ്. അയാളുടെ ക്രെഡിറ്റിൽ ഏൺ ലീവ് ഉണ്ട്. അയാൾക്ക് എത്ര റിട്ടയർമെന്റ്, അതിന് പറയുന്ന പേരാണ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 300 ദിവസം എടുക്കാന്ന് പറഞ്ഞാൽ 10 മാസം മുന്നേ അയാൾക്ക് റിട്ടയർ ചെയ്യാൻ പാടെങ്കിൽ ഈ 10 മാസത്തെ സാലറി അതാത് കാലങ്ങളിൽ കിട്ടും. അയാൾ പിന്നെ ആ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ല. അയാൾ ഓൾറെഡി റിട്ടയർ പോലായി. പക്ഷെ സാലറി കഴിഞ്ഞ് അയാൾ റിട്ടയർ ആവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് LPR എന്ന് പറയുന്നത്. നേരത്തെ LPR എടുത്തിട്ട് ഈ ഏൺ ലീവ് മാത്രമല്ല വേറെ ഏതെങ്കിലും ലീവും വേണമെങ്കിൽ എടുത്ത് ക്രെഡിറ്റിലുണ്ടെങ്കിൽ അവർക്ക് LPR എടുത്തിട്ട് നേരത്തെ പിരിഞ്ഞു പോകാം. അവിടെ പുതിയ ഒരാളെ നിയമിക്കുകയും ചെയ്യും. വേക്കൻസി ആയിട്ട് കണക്കാക്കി പുതിയ ഒരാളെ നിയമിക്കും. എന്നാൽ ഈ ലീവ് എടുക്കുന്ന കാലയളവ് മുഴുവൻ അവർക്ക് ശമ്പളമാണ് കിട്ടുക. അതിനുശേഷമാണ് പെൻഷൻ കൊടുക്കുക. അടുത്തത്. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒഫീഷ്യേറ്റിംഗ് ഉദ്യോഗസ്ഥർക്ക് സേവനത്തിന്റെ ആദ്യ വർഷത്തേക്ക് ഏൺ ലീവ് അനുവദിക്കുന്നത് എങ്ങനെയാണ്? അതായത് വെക്കേഷൻ സ്റ്റാഫാണ്. ഇപ്പോൾ ഒരു സ്കൂളിലെ ടീച്ചർ ആയിക്കോട്ടെ. ആ ടീച്ചർക്ക് ആദ്യ വർഷത്തെ ഫസ്റ്റ് വെക്കേഷനിൽ ടീച്ചർ SLC വാല്യുവേഷനിൽ പങ്കെടുത്തു.
അപ്പോൾ ആ ടീച്ചറുടെ ഏൺ ലീവ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആ ടീച്ചർക്ക് ഏൺ ലീവ് ഇല്ലയെന്നാണ്. ഏൺ ലീവ് അനുവദിക്കാൻ കഴിയില്ല. സറണ്ടർ ചെയ്യാനല്ല, അനുവദിക്കാനേ കഴിയില്ല. കാരണം അത് റൂളാണ്. വെക്കേഷൻ സ്റ്റാഫ് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ ഏൺ ലീവ് ഇല്ല. ആദ്യം വരുന്ന ഒരാൾ ഒരു വെക്കേഷൻ സ്റ്റാഫ് ആയിരിക്കണേ. ബാക്കി നോൺ വെക്കേഷന് ഇതൊക്കെ ഉണ്ടല്ലോ, 1/11 ഉണ്ട്. വെക്കേഷൻ സ്റ്റാഫാണ്, അതൊരു ടീച്ചറൊക്കെ ആണെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യുന്നതിന് ശേഷം വരുന്ന ആദ്യത്തെ വെക്കേഷനിൽ അവരെന്തെങ്കിലും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഏൺ ലീവിന് അർഹത ഇല്ല. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന് 1/11/2022 മുതൽ പ്രാബല്യത്തോടെ ഇൻക്രിമെന്റ് ലഭിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 1/6/22 മുതൽ 4/7/22 വരെ അലവൻസ് ഇല്ലാത്ത അവധി LWAയിൽ ആയിരുന്നു. അടുത്ത ഇൻക്രിമെന്റ് എന്നാ കിട്ടുകയെന്ന്. 1/11/22 ഓൾറെഡി ഒരു ഇൻക്രിമെന്റ് കിട്ടി. അടുത്ത ഇൻക്രിമെന്റ് എന്ന് കിട്ടുമെന്നാണ്. ഒരു മാസവും 3 ദിവസവും LWA വിത്തൗട്ട് MC എടുത്തു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലീവ് എടുത്തു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലീവ് എടുത്താൽ അത് ഇൻക്രിമെന്റിനോ മറ്റൊരു സർവീസ് ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല. ഇവിടെ ഒരു മാസവും 3 ദിവസമാണ്. അപ്പോൾ ഒരു മാസവും 3 ദിവസവും മുമ്പോട്ട് തള്ളും ഇൻക്രിമെന്റ്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള മറ്റൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ, മുമ്പോട്ട് തള്ളി എത്തുന്ന ദിവസത്തിന്റെ ആ മാസത്തിന്റെ 1-ാം തീയതി കൊടുക്കുന്ന. ഇപ്പം 33 ദിവസം ഇവിടെ മുമ്പോട്ട് പോയത്. 33 ദിവസം മുമ്പോട്ട് പോകുമ്പോൾ നവംബറിൽ നിന്ന് വിട്ടു ഡിസംബറായി. ഡിസംബർ 4-ാം തീയതിയാണ് ശരിക്ക് അടുത്ത ഇൻക്രിമെന്റ് വരിക 2023. പക്ഷേ 4-ാം തീയതി എന്ന് പറഞ്ഞാൽ ആ മാസത്തിന്റെ 1-ാം തീയതി കൊടുക്കാമെന്നൊരു റൂളുണ്ട്. അപ്പം അത് 20-ാം തീയതി ആയാലും ആ മാസത്തിന്റെ 1-ാം തീയതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ മാസം വിട്ടുപോയിട്ടില്ല, എന്നാൽ നവംബറിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഡിസംബർ 23, 1/12/23 ആ ഇൻക്രിമെന്റ് കൊടുക്കുക. ശ്രദ്ധിച്ചോണേ, വളരെ നമ്മൾ ബ്രെയിനിലിട്ട് കണക്കൂട്ടി പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അടുത്ത ചോദ്യം, 1/3/2010 സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും അർഹമായ അവധിയൊന്നും എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് 30/6/23 അക്കൗണ്ടിലുള്ള ഹാഫ് പേ ലീവുകളുടെ എണ്ണം എത്രയാണ്? 1/3/2010 മുതൽ 1/3 1/3/2023 വരെ 13 വർഷമുണ്ട്. പിന്നെ ചില്ലറയേ ഉള്ളൂ പറഞ്ഞ കണക്കനുസരിച്ചാണ്. ഓരോ HPL കൂട്ടണമെങ്കിൽ 20 HPL ആവണമെങ്കിൽ 1 കംപ്ലീറ്റഡ് ഇയർ ഉണ്ടായിരിക്കണം. ഇവിടെ 13 വർഷമാണ് കംപ്ലീറ്റഡ് ഇയർ ഉള്ളൂ. അപ്പോൾ 13 ഗുണിക്കണം 20 സമം 260 HPL ഉണ്ടാവും. ചൈൽഡ് അഡോപ്ഷൻ ലീവ് എത്രയാ? 180 ഡേയ്സ് ആണ്, പറയണ്ടല്ലോ. 26/3/2006 മുമ്പുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന KSR പാർട്ട് 1 റൂളിൽ 28A പ്രകാരമുള്ള ശമ്പള പുനർനിർണയം റീഫിക്സേഷൻ പ്രാബല്യത്തിൽ പുനഃസ്ഥാപിക്കുന്നത് എന്നാണ്. ഇതെന്താന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ ലോവർ സ്കെയിലിലെ ഇൻക്രിമെന്റ് ഡേറ്റിൽ റീഫിക്സേഷൻ അനുവദിച്ചിരുന്നു. എന്നാൽ 2006 മുതൽ 2009 അനുവദിച്ചില്ല. പിന്നീട് അതെന്നാ പുനഃസ്ഥാപിച്ചത്? ആ റീഫിക്സേഷൻ പുനഃസ്ഥാപിച്ചത് 1/2/2016. അതായത് 2014 പേ റിവിഷന്റെ വന്നിരിക്കുന്നത് 16-ലാണ്. അപ്പോൾ 1/2/2016 ആ റീഫിക്സേഷൻ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ താഴ്ന്ന സ്കെയിലിലെ ഇൻക്രിമെന്റ് ഡേറ്റിൽ എന്ത് കിട്ടും? നമുക്ക് ഇൻക്രിമെന്റ് കിട്ടുകയും ചെയ്യും. അടുത്ത ചോദ്യം, മിടുക്കരായ സേവനത്തിന് സർക്കാർ അഡ്വാൻസ് ഇൻക്രിമെന്റ് അനുവദിച്ചേക്കാം. അതിനുള്ള നിയമം ഏതാണ്? സർക്കാർ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കാറുണ്ട് ചില ജീവനക്കാർ, മിടുക്കരായുള്ള അധ്യാപകർക്ക്, സേവനത്തിന് സർക്കാർ ജീവനക്കാർക്ക്. അത് റൂള് 34, KSR പാർട്ട് 1 റൂൾ 34 അത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, 1/1/1968 ജനിച്ച ഒരു സർക്കാർ ജീവനക്കാരൻ സൂപ്പർ അന്വേഷണൽ പ്രകാരം വിരമിക്കുന്നത് എപ്പോഴാണ്? 1-ാം തീയതിയാണ് കേട്ടോ ജനിച്ചത്. അപ്പോൾ അയാൾ റിട്ടയർ ചെയ്യുന്നത് 56-ാമത്തെ വയസ്സിൽ തലേന്നാണ്. അപ്പോൾ ജനുവരി 1 ജനനതീയതിയുള്ള ഒരാൾ റിട്ടയർ ചെയ്യുന്നത് തൊട്ട് തലേന്നായിട്ടുള്ള ഡിസംബർ 31. അടുത്ത ചോദ്യം, ഒരു കലണ്ടർ വർഷത്തിൽ സർക്കാർ ജീവനക്കാരൻ എടുക്കാവുന്ന കോമ്പൻസേഷൻ ലീവിന്റെ പരിധി എത്രയാണ്? ഒരു കലണ്ടർ വർഷത്തിൽ 15 കോമ്പൻസേഷൻ ലീവേ എടുക്കാൻ പറ്റുള്ളൂ.
അടുത്ത ചോദ്യം. എ ഫാർമസിസ്റ്റ് ഡ്രോയിങ് എ ബേസിക് പേ ഓഫ് 27,900 ഇൻ ദ സ്കെയിൽ ഓഫ് പേ ഓഫ് 27,900 63,700 വിത്ത് എഫക്റ്റ് ഫ്രം 1/5/22 വാസ് അപ്പോയിന്റഡ് ആസ് ക്ലർക്ക് ഇൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ സ്കെയിൽ ഓഫ് പേ ഓഫ് 26,500 31,100 ഓൺ അഡ്വൈസ് ഓഫ് Kerala Public Service Commission. He was admitted to duty as clerk on 1/2/2023. What is his basic pay as on 1/2/2023? കേൾക്കണം. നമ്മൾ ഒരു ഫാർമസിസ്റ്റ് ക്ലർക്കായിട്ട് മാറുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാർമസിസ്റ്റ് അയാളുടെ ബേസിക് പേ 27,900 ആയിരുന്നു കയറിയപ്പോൾ. സ്കെയില് 27,900 63,700 എന്ന സ്കെയിലിൽ 27,900 ബേസിക് പേ വാങ്ങിക്കൊണ്ടിരിക്കുക അയാൾക്ക് LDC കിട്ടും, PSC ആയിട്ട്. PSC അപ്പോയിൻമെൻറ്റിൽ LDC കിട്ടി. LDCയുടെ സ്കെയിൽ തുടങ്ങുന്നത് 26,500 60,700. അപ്പോൾ അയാൾ പോയി ജോയിൻ ചെയ്താൽ അയാൾക്ക് എത്രയാണ് ബേസിക് പേ കിട്ടുക? അയാൾക്ക് ബേസിക് പേ കിട്ടുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഉയർന്ന സ്കെയിലിൽ നിന്ന് താഴ്ന്ന സ്കെയിലിലേക്കാണ് ഇയാൾ പോകുന്നത്. ഫാർമസിസ്റ്റിൻ്റെ സ്കെയിലിൽ നിന്ന് LDCയുടെ സ്കെയിലിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴ്ന്ന സ്കെയിലിലെ തുടക്ക ശമ്പളം മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ. അതായത് 26,500 മാത്രമേ കിട്ടുകയുള്ളൂ. അത് റൂളാണ്. ആ റൂളാണ് KSRലെ 37B എന്ന് പറയും. ഉയർന്ന സ്കെയിലിൽ നിന്ന് താഴ്ന്ന സ്കെയിലിലേക്ക് PSC വഴി നിയമനം കിട്ടിയാൽ അയാൾ താഴ്ന്ന സ്കെയിലിലെ തുടക്കത്തിൽ ഫിക്സ് ചെയ്യണം. എന്നാൽ ബൈ ട്രാൻസ്ഫർ വഴിയാണ് മുകളിൽ നിന്നുള്ള ഉയർന്ന സ്കെയിലിൽ നിന്ന് താഴ്ന്ന സ്കെയിലിലേക്ക് പോകുന്നതെങ്കിൽ അയാൾക്ക് നിലവിലുള്ള പേ പ്രൊട്ടക്റ്റ് ചെയ്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 37B. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥന് പ്രിമച്വർ ഇൻക്രിമെന്റ് അനുവദിക്കുന്നതിനുള്ള പ്രൊപ്പോസൽ, പ്രിമച്വർ ഇൻക്രിമെന്റ് അഡ്വാൻസ് ഇൻക്രിമെന്റ് തന്നെയാണ്, ക്യാബിനറ്റിൽ വെക്കുന്നതിന് മുമ്പ് ആരുടെ പരിശോധനയ്ക്ക് വിധേയമാണോ? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രിമച്വർ ഇൻക്രിമെന്റ് അനുവദിക്കണമെങ്കിൽ ഒരു പ്രൊപ്പോസൽ മന്ത്രിസഭയുടെ മുമ്പിൽ വെക്കണം. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമേ അത് മന്ത്രിസഭയുടെ മുമ്പിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ക്യാബിനിൽ വെക്കുന്ന ആരുടെ പരിശോധിക്കാതെ, അതായത് പരിശോധന ഇതാണ്: അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയ്ക്ക് വെച്ചതിന് ശേഷം മാത്രമേ ക്യാബിനറ്റിൽ വെക്കാൻ പാടുള്ളൂ. 28/2/2023 28/2/2023 FN സർവീസിൽ പ്രവേശിച്ച ഒരു ക്ലർക്കിന് അദ്ദേഹത്തിന്റെ ആദ്യ ഇൻക്രിമെന്റ് എന്ന് ലഭിക്കും? അപ്പോൾ ഈ ഫെബ്രുവരി അവസാനത്തെ ദിവസം അയാൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം അയാൾക്ക് ഫെബ്രുവരി മാസത്തെ 1-ാം തീയതി ഇൻക്രിമെന്റ് കിട്ടും, ഫസ്റ്റ് ഇൻക്രിമെന്റ്. അപ്പോൾ ഒരു ജീവനക്കാരൻ ഒരു മാസത്തിന്റെ ഏത് ദിവസത്തിൽ ജോയിൻ ചെയ്താലും ശരി, അയാൾക്ക് അടുത്ത 1-ാമത്തെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് അതേ മാസത്തിന്റെ 1-ാം തീയതി അടുത്ത വർഷം കിട്ടും. ഓക്കെ. സർവീസിലിരിക്കെ മരണമടഞ്ഞ ഒരു ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ സർവീസ് ബുക്ക് എത്ര കാലത്തേക്കാണ് സൂക്ഷിക്കേണ്ടത്? ആര് സൂക്ഷിക്കും? മരണമടഞ്ഞാൽ സർവീസ് ബുക്ക് 25 വർഷം സൂക്ഷിക്കണം ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർ. അടുത്ത ചോദ്യം. ചോദ്യം എന്ന് പറയുന്നത്, an officer who is detained in custody on a criminal charge. എത്ര മണിക്കൂറിന് മേലെ പോലീസ് കസ്റ്റഡിയിലായാലാണ് അയാളെ സസ്പെൻഡ് ചെയ്യുക? 48 മണിക്കൂറിന് മേലെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായാൽ ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക. 31/1/2022 മുതൽ 31/1, അതായത് ജനുവരി 2022 ജനുവരി 31 മുതൽ 2023 മാർച്ച് 2 വരെ എത്ര ദിവസം ഉണ്ടെന്ന ചോദ്യം. എത്ര കാലമുണ്ട്? അപ്പോൾ 31/1/2021 മുതൽ അടുത്ത ജനുവരി 31 മുതലാണ് തുടങ്ങുന്നത്. അപ്പം
ഇത് YMDയിലാണ് ഇത് കാണേണ്ടത്. ഇയർ, മാസം, ദിവസം അങ്ങനെ കാണണം ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 23 ജനുവരി 30 ഒരു വർഷമായി. അപ്പോൾ വർഷം നമ്മൾ കൂട്ടി. ജനുവരി 31 2022 പറയുന്നത്. അപ്പോൾ ജനുവരി 30 2023 ആകുമ്പോൾ ഒരു വർഷമായി. പിന്നെ 31 മുതൽ അടുത്ത 30 വരെയാണ് ഒരു മാസം. പക്ഷെ ഫെബ്രുവരി ആയതുകൊണ്ട് അവിടെ ഫെബ്രുവരിക്ക് 28 ദിവസമേ ഉള്ളൂ. അത് നമുക്ക് 31 മുതൽ 28 ദിവസം എന്നുള്ളത് അത് മതി ഒരു മാസത്തിന്. അപ്പോൾ 28 വരെ, 31 മുതൽ 28 വരെ ഒരു മാസം. ജനുവരി 31 മുതൽ ഫെബ്രുവരി 28 വരെ ഒരു മാസം. പിന്നെ നമുക്ക് മാർച്ച്, അപ്പോൾ ഒരു വർഷം ഒരു മാസമായി. പിന്നെ 2-ാം തീയതി വരെ, മാർച്ച് 2 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 1, 2 ദിവസം. 1 ഇയർ, 1 മന്ത്, 2 ഡേയ്സ്. അതാണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം. പ്രസവ അവധിയുമായി ബന്ധപ്പെട്ട റൂൾ 102 വ്യവസ്ഥ പ്രകാരം പെൻഷനായി കണക്കാക്കുന്ന LWAയുടെ പരമാവധി ദിവസങ്ങൾ എത്രയാണ്? പിന്നെ മെറ്റേണിറ്റി ലീവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന LWA പരമാവധി എത്ര ദിവസമാണ്? അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അത് 60 ദിവസം വരെയുള്ള മെറ്റേണിറ്റി ലീവാണ്. LWA ആണ്. മെറ്റേണിറ്റി ലീവിനെ തുടർന്ന് 60 ദിവസം വരെയുള്ള LWA. 22 വർഷത്തെ സേവനത്തിന് ശേഷം 31/5 22 വർഷത്തെ സേവനത്തിന് ശേഷം 31/5/2020 വിരമിച്ച സീനിയർ ക്ലർക്കിന്റെ പ്രതിമാസ പെൻഷൻ എത്രയാണ്? 22 വർഷം സർവീസ്. ഓക്കെ, അയാള് 37 പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. 22 വർഷം അയാളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 45,000 ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അയാൾക്ക് 45,000 ബേസിക് പേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മാസത്തെ ശരാശരിയും എന്ത് തന്നെയാണ്? 45,000 ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 45,000 ഗുണിക്കണം 22/30/2. അല്ലെങ്കിൽ ഏത് വിധത്തിൽ കാണാം? നമുക്ക് 45,000 എടുക്കുക, അതിൻ്റെ പകുതി ആദ്യം കാണാം. അപ്പോൾ 22,500 എന്ന് കിട്ടും. 22,500 ഗുണിക്കണം 22/30. അത് നമുക്ക് എത്ര കിട്ടും? 16,500 ആണ് ആൻസർ. 16,500. ഓക്കെ, അടുത്ത ചോദ്യം. നാൽപ്പതാമത്തെ ചോദ്യം പറയുന്നത് മിനിമം amount of DCRG admissible to an officer who resigns from service. ഒരു സർവീസിൽ നിന്ന് രാജിവെക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അർഹമായ DCRGയുടെ കുറഞ്ഞ തുക എത്രയാണ്? നമ്മൾ സർവീസിൽ നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് DCRG ഉണ്ടാവില്ല, അയാൾക്ക് പെൻഷനും ഉണ്ടാവില്ല. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരു സർവീസിൽ നിന്ന് റിലീവ് അല്ല, റിസൈൻ ചെയ്യാണ്, രാജിവെക്കുകയാണ്. അങ്ങനെ രാജിവെച്ചാൽ അദ്ദേഹത്തിന് പെൻഷനോ DCRGയോ ഒന്നും ഉണ്ടാവില്ല, അനുവദനീയമല്ല. അടുത്ത ചോദ്യം. സാധാരണ നിരക്കിലുള്ള ഫാമിലി പെൻഷൻ എത്രയാണ്? അവസാനമായി വാങ്ങിയ ബേസിക് പേയുടെ 30%. 30% ഓഫ് ദ ബേസിക് പേ ലാസ്റ്റ് ഡ്രോ. അതാണ് സാധാരണ നിരക്കിലുള്ള ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്. ജനന തീയതി 31/5/64, വിരമിച്ച തീയതി 31/5/20 ഉദ്യോഗസ്ഥന് 2020 ആണ് കേട്ടോ, ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷൻ അനുവദനീയമായ പരമാവധി കാലയളവ് എത്രയാണ്? നമ്മളിവിടെ നോക്കുക. 31/5/2020 വിരമിച്ചത്. അപ്പോൾ ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞാൽ 50% കൊടുക്കുക. ലാസ്റ്റ് ബേസിക് പേയുടെ 50% കൊടുക്കുക. അതാണ് ഉയർന്ന നിരക്ക്. സാധാരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബേസിക് പേയുടെ 30% ആണ്.
അപ്പൊ ഉയർന്ന നിരക്ക് ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇദ്ദേഹം മരണപ്പെട്ടാലാ. അങ്ങനെയാണല്ലോ ഫാമിലി പെൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാലാണ് ഈ ഉയർന്ന റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ റേറ്റാ കൊടുക്കുക. അപ്പൊ 31/5/2020 റിട്ടയർമെന്റ്. അപ്പൊ 7 വർഷം കൂട്ടിക്കോ. 30/5/2027 മരണപ്പെട്ട് കഴിഞ്ഞ അന്ന് വരെ, 30/5/2027 വരെ ഇദ്ദേഹത്തിന് ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷൻ അനുവദനീയമാണ്. അടുത്ത ചോദ്യം. An officer proceeds on invalid pension with effect from 1/1/2022, his 53rd birthday. When he was completed 25 years of qualifying service, in such case, maximum admissible weightage in qualifying service will be. അതാണ് ഒരു ഓഫീസർ ഇൻവാലിഡ് പെൻഷനിലേക്ക് പോവുകയാണ്. ഇൻവാലിഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സർവീസിൽ തുടരാനുള്ള കണ്ടീഷൻ ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്ത് അയാൾക്ക് ഇൻവാലിഡ് പെൻഷൻ കൊടുക്കുക. അപ്പോൾ അയാൾക്ക് 53 വയസ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര വർഷത്തെ വെയിറ്റേജ് കിട്ടുമെന്ന്? 3 വർഷത്തെ വെയിറ്റേജ് കൊടുക്കണം. കാരണം ടോട്ടൽ സർവീസ് 56 ആണല്ലോ, റിട്ടയർമെന്റ് പ്രായം 56. അപ്പൊ ഇനി അയാൾക്ക് 3 വർഷം കൂടിയേ സർവീസ് ഉള്ളൂ. 3 വർഷം കൂടി അയാൾക്ക് വെയിറ്റേജ് ആയിട്ട് കൊടുക്കും. പരമാവധി എത്ര വെയിറ്റേജ് കൊടുക്കുക? 5 വർഷമാണ്. അടുത്ത ചോദ്യം. വിരമിക്കലിന് മുന്നോടിയായുള്ള ഹാഫ് പേ ലീവിന് അർഹതയുള്ള പരമാവധി പരിധി എത്ര? ഒരു പരിധിയില്ല. നമ്മൾ റിട്ടയർ ചെയ്യാൻ പോവാണ്, അതിന് മുന്നേ നമുക്ക് ഹാഫ് പേ ലീവ് എടുക്കണം. ക്രെഡിറ്റിൽ കുറേ ഹാഫ് പേ ലീവ് ഉണ്ട്. നമുക്ക് എത്ര എണ്ണം എടുക്കാവുന്ന ചോദ്യം. അങ്ങനത്തെ ഒരു പരിധിയില്ല. എത്ര വേണമെങ്കിലും ക്രെഡിറ്റിലുള്ളത് മുഴുവനും വേണമെങ്കിലും എടുക്കാം. അടുത്ത ചോദ്യം. 151 കിലോമീറ്റർ റോഡ് യാത്രയ്ക്ക് അനുവദനീയമായ യാത്രാ സമയം എത്രയാണ്? വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് എനിക്ക് തോന്നിയത്. അതായത് എത്രയാണ്? 151 കിലോമീറ്റർ, 151 കിലോമീറ്റർ റോഡ് യാത്രയ്ക്ക് അനുവദീയമായ യാത്രാ സമയം എത്രയാണ്? അവിടെ റോളുണ്ട്. 150 കിലോമീറ്റർ വരെ ഒരു ദിവസം അനുവദിക്കാവുന്നതാണ്, അതിൽ കൂടുതൽ 2 ദിവസം. ഇവിടെ 151 അപ്പോൾ അത് 2 ദിവസം അനുവദിക്കാം യാത്രാ സമയം. ക്ലിയർ അല്ലേ? 150 ഡേയ്സിനാണ് ഒരു ദിവസം അനുവദിക്കുക. ഇനി അടുത്ത ചോദ്യം. 1/6/22 നോക്കട്ടെ, വിശദീകരിച്ച് പറഞ്ഞ് ക്ലിയർ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. എ ക്ലർക്ക് ഡ്രോയിങ് എ പേ ഓഫ് 31,100 ഓൺ 1/3/2022 ഇൻ ദ സ്കെയിൽ ഓഫ് 26,500 60,700 വാസ് ഗ്രാൻഡഡ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് 8 ഇയേഴ്സ് ഇൻ ദി എൻട്രി പോസ്റ്റ് 1/6/2022. As she did not possess the prescribed test qualification for promotion as senior clerk, the scale of sanctioned was 27,600. What was his pay as on 1/6/2022? 1/3/2022 ഒരു ക്ലർക്ക്, അയാളുടെ ബേസിക് പേ 31,100 ആണ്. അതായത് 1/3/2022 മാർച്ച് 1 അയാളുടെ ബേസിക് പേ 31,100 ആണ്. അയാള് പിന്നെ ടെസ്റ്റ് പാസ്സായില്ല, എന്നാൽ അയാൾ 8 വർഷം പൂർത്തിയാക്കി. എപ്പോ? 1/6/2000 ജൂൺ 2022 ജൂൺ 1 8 വർഷം പൂർത്തിയായി. അപ്പോൾ അയാൾക്ക് എന്ത് കൊടുക്കാം? ഹയർ ഗ്രേഡ് കൊടുക്കാം 8 വർഷം ആയപ്പോൾ. അപ്പോൾ ഹയർ ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ പേ എത്രയായിരിക്കും എന്നാ ചോദിച്ച്. എത്ര ബേസിക് പേയിൽ ഫിക്സ് ചെയ്യാം ഈ ജൂൺ 1 2022 ജൂൺ 1 ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഗ്രേഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം 28A ആണ്. 28A ആണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട, 2 ഇൻക്രിമെന്റ് കൂട്ടിയിട്ടാൽ മതി. 31,100 കൂടി അവിടുത്തെ ഇൻക്രിമെന്റ് റേറ്റ് 900 ആണ്. 900 900 2 ഇൻക്രിമെന്റ് 1,800 കൂട്ടുക. സോ ദ ആൻസർ വിൽ ബി 32,900. 31,100 കൂട്ടത്തിൽ 2 ഇൻക്രിമെന്റ് ആയ 900-ന്റെ 2 ഇൻക്രിമെന്റ് ആയ 1,800 കൂട്ടിയാൽ 32,900 കിട്ടും. ഓക്കെ, ചോദ്യങ്ങൾ
നിങ്ങൾക്ക് ഈ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ബോറടിക്കുന്നുണ്ടോയെന്നറിയില്ല. എന്തായാലും നമുക്കൊരു 3, 4, 5 ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടി ഒരു നാലോ അഞ്ചോ മാക്സിമം 5 എപ്പിസോഡ് കൊണ്ട് നമുക്ക് 4 എപ്പിസോഡ് മതി ഇവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് വേണമെങ്കിൽ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം KSR ഒക്കെ എല്ലാവരും നല്ല കുട്ടപ്പന്മാരാവും എന്നാണ് എൻ്റെ വിചാരം. കാരണം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതുന്ന മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും നമ്മൾ പിന്നെ ഇതിൻ്റെ പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്താൽ മുഴുവൻ വീഡിയോസും കിട്ടും. ഇപ്പോൾ KSRൽ 40 എപ്പിസോഡ് ഉണ്ട്. MOPയിൽ ഇപ്പം 44-45 എണ്ണം ചെയ്ത് കഴിഞ്ഞു. നോക്കണം അത് എത്രയാണ്. പിന്നെ അടുത്ത ഓരോ പേപ്പറും ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിരവധി ചെയ്തിട്ടാണ് പോവുക. അടുത്ത KTC എടുക്കാനുണ്ട്, KFC ഉണ്ട്. അതെല്ലാം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാണ് കുറേ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി. പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. അത് നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ അത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്ന ഒരു താല്പര്യത്തോടെ. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.